എ-സോൺ കലോത്സവത്തിൽ തുടർച്ചയായ സംഘർഷം. പോലീസ് സബ് ഇൻസ്പെക്ടർ ഉൾപ്പെടെ 6 പേർക്ക് പരിക്കേറ്റു. ഇവർ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കണ്ടാൽ അറിയാവുന്ന 130 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. വിധി നിർണയത്തിലെ അപാകത ചൊല്ലിയാണ് കലോത്സവത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. വ്യാഴാഴ്ച രാത്രിയും തർക്കമുണ്ടാവുകയും പോലീസ് ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയും ചെയ്തിരുന്നു. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെ വിദ്യാർത്ഥികളും സംഘടക സമിതി അംഗങ്ങളും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇതിനിടെ പോലീസ് ലാത്തി വീശി. MSF നേതാവ് അമീൻ റഷീദിന് അടിയേറ്റു. തുടർന്ന് പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കി. പിന്നീട് പല സമയങ്ങളിലായി കലോത്സവ നഗരി സംഘർഷക്കളമാക്കി. 3-ാം വേദിയിൽ നടന്ന മത്സരത്തിന്റെ വിധി നിർണയത്തിൽ അപാകതയുണ്ടെന്ന് ആരോപിച്ച് SFI അനുഭാവികൾ വേദിയിൽ കയറി പരിപാടി തടസ്സപ്പെടുത്തുകയും സംഘാടകരായ SFI അനുഭാവികൾ ചോദ്യം ചെയ്ത് ഇരു സംഘത്തിലെയും 50ഓളം പേർ പരസ്പരം അടിയുണ്ടായെന്ന് പോലീസിന്റെ പ്രാഥമിക റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. സ്റ്റേജിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചവരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് പുറത്താക്കിയത്. പരാതി അപ്പീലിലൂടെ പരിഹരിക്കാമെന്ന് സംഘാടകർ അറിയിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾ സമരം തുടരുകയും പിന്തുണയുമായി മുദ്രാവാക്യം വിളി ഉയരുകയും ചെയ്തതോടെ പ്രകോപനപരമായ അന്തരീക്ഷമായി. പോലീസ് ലാത്തിവീശി വിദ്യാർത്ഥികളെ ഓടിച്ചു. കലോത്സവ നഗരിയിൽ വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞും സംഘർഷമുണ്ടാക്കി. പ്രശ്നം നിയന്ത്രിക്കാൻ പോലീസ് ഇടപെട്ടു. SFI പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. SFI സംസ്ഥാന സെക്രട്ടറി PM മാർഷോ, DYSI ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ ഉൾപ്പെടെ നേതാക്കൾ സ്ഥലത്തെത്തിയിരുന്നു. പിന്നീട് സംഘാടകർ സംസാരിച്ചതിനെ തുടർന്ന് 4 മണിയോടെയാണ് പ്രതിഷേധങ്ങൾക്ക് അയവുണ്ടായത്. പരിക്കേറ്റ മണ്ണാർക്കാട് SFI M അജാസുദ്ദീൻ, SFI മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി ഫായിസ്, SFI നേതാക്കളായ വിഷ്ണു മോഹൻ, ബിബിൻ, PK വൈഷ്ണവ്, അബു ഫാസിൽ എന്നിവരാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. കേരളത്തിലെ കലോത്സവങ്ങൾ മുഴുവൻ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഗുണ്ടകൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് തന്നെ SFIയുടെ ഒരു പ്രവർത്തകനെ മർദ്ദിക്കുന്ന വിഷ്വൽസ് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിക്രൂരമായി അത്യസന്ന നിലയിലാണ് അദ്ദേഹം ICUവിൽ നിന്ന് ഇപ്പോഴും ചികിത്സയിലാണ്. അപ്പോൾ എല്ലാ സർവകലാശാല ഉത്സവങ്ങളെയും കലോത്സവങ്ങളെയും യൂത്ത് കോൺഗ്രസും MSFും KSU SFIക്കാരെ മർദ്ദിക്കാനും അതുപോലെ തന്നെ ആക്രമിക്കാനുള്ള വേദികളാക്കി മാറ്റുന്ന മറ്റൊരു സംഭവമാണ് ഇപ്പോൾ മണ്ണാർക്കാട് ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന അക്രമത്തിൽ SFIയുടെ ഒറ്റപ്പാലം ഏരിയ പ്രസിഡന്റ് സഖാവ് അബു ഫസലിനെ ഒരു കാരണവുമില്ലാതെ രാവിലെ കമ്പിവടിയും പട്ടികയും ഉപയോഗിച്ച് അടിച്ച് 2 കൈയും തല്ലി മുറിച്ചിരിക്കുകയാണ്. അപ്പോൾ SFIയുടെ പ്രവർത്തകർ സഹിക്കാവുന്നതിനും അപ്പുറമാണ് ഇപ്പോൾ കലോത്സവങ്ങളിലും ക്യാമ്പസുകളിലും ഇത്തരം അക്രമങ്ങൾ KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും MSFിൻ്റെയും വാടക ഗുണ്ടകൾ നടത്തുന്ന ഈ അക്രമത്തിനെ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, മണ്ണാർക്കാട്ടിലെ ഒരു SI അയാൾ SI ആവാൻ കൊള്ളുന്നവനല്ല. അവൻ തനി ഒരു വാടക ഗുണ്ടയെ പോലെ അല്ലെങ്കിൽ കൊട്ടേഷൻ ഗ്രൂപ്പിന്റെ അംഗത്തെ പോലെയാണ് SFIയുടെ പ്രവർത്തകരോട് പെരുമാറിയിട്ടുള്ളത്. ഒരു പ്രകോപനവുമില്ലാതെ ചർച്ച നടത്തുന്നു. ചർച്ചയിൽ തമ്മിൽ വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നു. പെട്ടെന്നാണ് SIയുടെ നേതൃത്വത്തിൽ ക്യാമ്പിലെ പോലീസുകാരെ വെച്ച് SFIയുടെ പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ചടിച്ചിട്ടുള്ളത്. SFIക്കാരുടെ നേതാക്കളെ മാത്രമാണ് തെരഞ്ഞുപിടിച്ചടിച്ചിട്ടുള്ളത്. അപ്പോൾ SI ഒരു ഗുണ്ടയെ പോലെയാണ് മണ്ണാർക്കാട് SI ഒരു അജാസുദ്ദീൻ പെരുമാറിയിട്ടുള്ളത്. കേരളത്തിൽ എങ്ങനെയാണ് പോലീസ് നിയമം നടപ്പിലാക്കേണ്ടത് എന്നുള്ളത് പോലീസ് നയം ഈ കേരളത്തിൽ പിണറായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന് വിരുദ്ധമായിട്ടാണ് മണ്ണാർക്കാട്ടിലെ SI അതിക്രൂരമായി കുട്ടികളെ, ഒരു പ്രകോപനവുമില്ലാതിരുന്ന കുട്ടികളെ ഏകപക്ഷീയമായി അടിച്ച് ഒരു SFIയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകന്റെ കയ്യിലെ 2 വിരലുകൾ തല്ലി ഓടിച്ചു. മറ്റൊരു സഖാവിന്റെ ശരീരത്തിൽ ഇനി ലാത്തി അടി കിട്ടാൻ
ഭാഗങ്ങൾ ഏതുമില്ല. ആ രൂപത്തിൽ അതിക്രൂരമായിട്ടാണ് SIയുടെ നേതൃത്വത്തിൽ ക്യാമ്പിലെ പോലീസുകാരെ കൊണ്ട് ബോധപൂർവം നടത്തിയ അക്രമം.